ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി IAS ഓഫീസേഴ്സിനുള്ള എൻക്ലേവ് കല്ലിടൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ഓഫീസേഴ്സ് എൻക്ലേവിന്റെ കല്ലിടൽ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആക്കുളത്ത് വെച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ നമുക്ക് ഒരുപക്ഷെ സത്യസന്ധമായ പരാമർശങ്ങളാകാം. പക്ഷെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് എത്രയോ ദൂരത്താണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം ഒരു സ്വപ്ന സാമ്രാജ്യത്തിലാണ്, ആ സ്വപ്ന സാമ്രാജ്യത്തിന്റെ അധിപനായിട്ടാണ് നിലകൊള്ളുന്നത് എന്ന് തോന്നിക്കുമാറുള്ള പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത്. കാരണം കേരളം അത്ര കടുത്ത ധനപ്രതിസന്ധിയിലാണ്. പിന്നെ 5.5 ലക്ഷം വരുന്ന സംസ്ഥാന ജീവനക്കാരിൽ 1 ലക്ഷം പേർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കുന്നതാണ് എല്ലാ മാസങ്ങളിലും സംസ്ഥാന ഫോം ചെയ്യപ്പെട്ട 1956 മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം. പക്ഷെ അതിന് പോലും ഭംഗം വന്നുകൊണ്ട് ഇത്തവണ സംസ്ഥാന ജീവനക്കാരിലെ ആദ്യം ശമ്പളം കിട്ടുന്ന 1 ലക്ഷം പേർക്ക് പോലും ശമ്പളം കൊടുക്കാൻ ഒത്തില്ല. അത്രയ്ക്കും ഒരു ആശങ്കാജനകമായ ധനപ്രതിസന്ധി നിലകൊള്ളുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ ഓഫീസേഴ്സ് എൻക്ലേവിന്റെ IAS എൻക്ലേവിന്റെ ശിലാസ്ഥാപനം നടത്തിക്കൊണ്ട് ചില പരാമർശങ്ങളൊക്കെ നടത്തിയത്. അപ്പൊ എന്ത് പരാമർശമാണ് അദ്ദേഹം നടത്തിയത്? ഒന്നാമത്തെ പരാമർശം എന്ന് പറയുന്നത്, ഗ്ലാസ്സിൽ വെള്ളം വെച്ചാല് അതിലേക്ക് മരപ്പട്ടിയുടെ മൂത്രം വീഴുന്നു. അത്തരമുള്ള സാഹചര്യങ്ങളിലാണ് മന്ത്രിമാരും മറ്റും താമസിക്കുന്നത്. അപ്പോ വെള്ളം അടച്ചു വെച്ചിട്ടില്ലെങ്കിൽ അതിനകത്ത് മരപ്പട്ടിയുടെ മൂത്രം വീഴും, അതുകൊണ്ട് അടച്ചു വെക്കുന്നു. അതുപോലെ ഒരു വസ്ത്രം ഇസ്തിരിയിട്ട് ഇത്തിരി കഴിയുമ്പോൾ എടുത്ത് അണിഞ്ഞു പോകാം എന്ന് കരുതി ഇസ്തിരി ഇട്ട് വെച്ചാൽ അതും മരപ്പട്ടിയുടെ മൂത്രം വീണ് നനഞ്ഞിരിക്കും എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയായിരുന്നു. ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതായത് എങ്ങനെയാണ് ഈ മുഖ്യമന്ത്രി പദത്തിൽ എത്തിയത്? നമ്മളെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നേരെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയല്ലല്ലോ ചെയ്യുന്നത്. ഒരു കുഞ്ഞായി പിറന്ന് വളർന്ന് പഠിച്ച് പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരുടെ കൂടെ നടന്ന തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പഠിച്ചും പയറ്റിയും എത്ര കഷ്ടപ്പെട്ടാല ഒരു മുഖ്യമന്ത്രി കസേരയിൽ ഒന്ന് ഇരിക്കാൻ നോക്കുക. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അപ്പോഴും ഇവിടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ ഒരു കാരണവശാലും സൗകര്യം കിട്ടില്ലാത്ത ജനതയും ഉണ്ടെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ദിവംഗതനായ ആത്മഹത്യയിലൂടെ ഈ ലോകത്തോട് ഉള്ള വൈരാഗ്യം തുറന്നു കാണിച്ചു മരിച്ചുപോയ ഡോക്ടർ കുഞ്ഞാമൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു ദളിതന് ഇവിടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെങ്കിൽ മൂട്ടയായിട്ട് ജനിക്കണമെന്ന്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഒരിക്കലും മനുഷ്യനായിട്ട് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ ഒരു ദളിതന് പറ്റുകയില്ല. അങ്ങനെ പറ്റണമെന്നുണ്ടെങ്കിൽ അവൻ എന്താവണം? ഒരു മൂട്ടയാകണം. ആ കസേരയിൽ ഇരിപ്പുറപ്പിക്കാൻ ഒരു മൂട്ടയായിട്ട് വരണമെന്ന്. അത്ര വൈജാത്യങ്ങളും ഒക്കെ ഉള്ള അത്രയധികം പക്ഷാഭേദമുള്ള ഒരു വൃത്തികെട്ട സമൂഹമായി കേരളം മാറിയിരിക്കുകയാണ്. അതായത് പിന്നെ നമ്മുടെ എല്ലാ മഹാന്മാരും നമ്മളെ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു. ആ മഹാരഥന്മാരുടെ പേരുകളൊന്നും ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒന്നുകൊണ്ടും കേരളം നന്നായില്ല. നന്നായിരുന്ന കേരളം വീണ്ടും പഴയതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് മാറി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ നമ്മൾ നിലകൊള്ളുന്നതും. നമ്മൾ ഈ മരപ്പട്ടിയുടെ മൂത്രം വീണ ജലം കുടിക്കേണ്ടി വരും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് ഒരു പ്ലാൻ ബി ആണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതായത് മന്ത്രിമന്ദിരങ്ങൾ ഈ മരപ്പട്ടിയുടെ മൂത്രം വീഴുന്ന വെള്ളം പോലും മലീമസമാക്കാതെ മരപ്പട്ടിയുടെ കടന്നാക്രമണത്തെ പ്രതിരോധിക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണോ? അതാണ് എൻ്റെ ചോദ്യത്തിൽ. പ്ലാൻ ബി അതല്ല. പ്ലാൻ എയിൽ തന്നെയുള്ള ചോദ്യം ഇതാണ്. അതായത് ഈ പറയപ്പെട്ട മന്ത്രിമന്ദിരങ്ങളെ മരപ്പട്ടിയിൽ നിന്ന് സംരക്ഷിക്കാനുള്ള മാർഗങ്ങളൊന്നും ഇവരാരും വിചാരിച്ചാൽ കണ്ടെത്താൻ പറ്റില്ലേ? ഇത്ര നിസാരമായ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റാത്തവരാണോ ഒരു സംസ്ഥാനത്തെ സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുമെന്നും പറഞ്ഞ് കോൺസ്റ്റിറ്റ്യൂഷനെ പിടിച്ച് തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ ഏറുന്നത്? ഇത്ര ചെറിയൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റാത്തവർ. അങ്ങനെയാണെങ്കിലാണ് ഞാനൊരു പ്ലാൻ, അതായത് പ്ലാൻ എയിൽ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ കുടുംബസ്ഥരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം.
വിദ്യാർത്ഥികളാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം മരപ്പെട്ടി വീടിനകത്തേക്ക് കയറി വരുന്ന ആ ചെറിയ പഴുതുകളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇപ്പോഴുള്ള വല പോലെയുള്ള സാഹചര്യങ്ങൾ വെച്ച് അടയ്ക്കാവുന്നതേ ഉള്ളൂ. ഒരു കാരണവശാലും മരപ്പെട്ടിക്ക് അകത്ത് കയറി വരാൻ പറ്റാത്ത രീതിയിൽ. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ മരപ്പെട്ടി ശല്യമേ ഉണ്ടാവുകയില്ല. അത്തരം ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരം കാണാൻ പറ്റാത്തവര് വലിയ പ്രശ്നങ്ങൾക്ക്, ജനബന്ധിയായ പ്രശ്നങ്ങൾക്ക്, വന്യമൃഗ ശല്യം പോലെയുള്ള പ്രശ്നങ്ങൾക്ക്, പാരിസ്ഥിതിക പിന്നെ പ്രശ്നങ്ങൾക്ക് ഒക്കെ എങ്ങനെ പരിഹാരം കാണുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം ഇനി പ്ലാൻ എയിൽ പറഞ്ഞ ഈ പറയപ്പെട്ട കമ്പിവലയൊക്കെ വെച്ച് പിന്നെ മരപ്പെട്ടിയുടെ അധിനിവേശം ഇല്ലാതെയാക്കാൻ പറ്റില്ല എന്ന് വെച്ചോളൂ. അപ്പൊ നമുക്കൊരു പ്ലാൻ ബി പദ്ധതി ആലോചിക്കാം. നമ്മുടെ പ്ലാൻ ബി പദ്ധതിയിൽ മുഖ്യമന്ത്രിക്ക് തന്നെ പടമലയിൽ ഒരു കൊട്ടാരം പണിയണം. ഒരു 10 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെക്കുക. അജീഷിനെ ആന കുത്തിക്കൊന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ പടമല, വയനാട് ജില്ലയില്. തീർന്നില്ല, അവിടെ തന്നെയാണ് പാക്കത്താണ് പോളിനെ, ഫോറസ്റ്റ് വാച്ചറായ പോളിനെ ആനയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അപ്പൊ ഒരാൾക്ക് വീട് പാക്കത്ത് തന്നെ വെക്കാൻ നമുക്ക്, ഇവര് മനുഷ്യരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കണമല്ലോ. അതായത് നേരെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിയുടെയും കസേരകളിൽ വന്നിരുന്നവരായിരിക്കും. അതുകൊണ്ടാണ് ഈ പ്ലാൻ എയില് എങ്ങനെ മരപ്പെട്ടിയെ തുരത്താമെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാത്തത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പ്ലാൻ ബിയിലേക്ക് പോകാം. പ്ലാൻ ബിയിലാണ് ഞാൻ ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പടമലയിൽ തന്നെ ഒരു വസതി ഒരുക്കുക. അതുപോലെ അടുത്ത മന്ത്രിക്ക് അദ്ദേഹത്തിന്റെ തൊട്ട് താഴെയുള്ള ജൂനിയറിന് പാക്കത്ത് തന്നെ ഒരു ഭവനം ഒരുക്കുക. ഇനി കഴിഞ്ഞ ദിവസം ഇടുക്കിയിലാണ് നമുക്ക് അവിടെ ഇടുക്കിയിലുള്ള ഏതെങ്കിലും ഒക്കെ, അതായത് ഈ ഇങ്ങനെ ആനകളുടെ ശല്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ വന്യമൃഗങ്ങളുടെ ശല്യം ഉണ്ടാകുന്ന മേഖലയിലും ഒക്കെ ആയിട്ട് ഈ പറയപ്പെട്ട 20, 21, 22 ക്യാബിനറ്റ് അംഗത്വമുള്ള, ക്യാബിനറ്റ് പദവി നൽകിയിരിക്കുന്നവരും ഉണ്ടല്ലോ ഇപ്പോ. അപ്പൊ അത്തരം KM എബ്രഹാമിനെ പോലെ അവർക്കും വേണം ക്യാബിനറ്റ് പദവി എന്ന് പറഞ്ഞാല് മന്ത്രിക്ക് കിട്ടുന്ന പദവിയാണ്. അവരെയും ഇങ്ങനെ മരപ്പെട്ടി മൂത്രം ഒഴിക്കുന്ന സ്ഥലങ്ങളിൽ വസിപ്പിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. അപ്പൊ ഇങ്ങനെ ഈ മരപ്പെട്ടിയുടെ ശല്യം ഉണ്ടാകാത്ത തരത്തില് വിവിധ മേഖലകളിലായിട്ട് പ്ലാൻ ബിയിൽ പെടുത്തി 10 കോടി വീതം അനുവദിച്ച് ഓരോ വലിയ ഭവനങ്ങൾ പണിത്, രമ്യകർമ്മ്യങ്ങൾ പണിത് അവരെ അവിടെ പുനഃപ്രതിഷ്ഠ നടത്തുക. ഇപ്പൊ ഉള്ളത് ഈ മരപ്പട്ടി ഉപദ്രവിക്കുന്ന സ്ഥലങ്ങളിലെ പ്രതിഷ്ഠയാണ്. അവിടെ നിന്ന് അവരെയൊക്കെ എടുത്ത് പുനഃപ്രതിഷ്ഠ നടത്തി ഇങ്ങനെ വലിയ ഭവനങ്ങളിലേക്ക്, പുതിയ ഭവനങ്ങളിലേക്ക് മാറ്റാനായിട്ട് ബഹുമാനപ്പെട്ട ധനമന്ത്രി ഒരു 10 കോടി, ഏറ്റവും കുറഞ്ഞത്, വലിയ ഭവനമൊന്നും അല്ല കേട്ടോ, 10 കോടിക്ക് ഉണ്ടാക്കാൻ പോകുന്നു. എങ്കിലും അത്രയും മതിയെന്ന് വയ്ക്കാം. നമ്മുടെ ഈ ധനപ്രതിസന്ധി ഇങ്ങനെ രൂക്ഷമായിട്ടിരിക്കെ അങ്ങനെ ഒരു ഭവന നിർമ്മാണം നടത്തി അവരെ അവിടെ പുനഃപ്രതിഷ്ഠ നടത്തി. കേരളം ഈ ധനപ്രതിസന്ധിയിൽ ആണ്ട് പോകുമ്പോഴും പടമല എന്ന് പറയുന്ന വലിയ മലയാണ്. പണ്ട് തച്ചോളി ഉദയനന്റെ ഒക്കെ കാലത്ത് പട നടത്തിയിരുന്നെന്ന് വെച്ചാൽ പട നടത്താൻ പഠിപ്പിച്ചിരുന്ന, ട്രെയിനിങ് കൊടുത്തിരുന്ന മലയാണ് പടമല എന്ന് പറയുന്നത്. അതിനടുത്താണ് കുറുവാ ദ്വീപ്. അപ്പോ ഏതെങ്കിലും തരത്തിലുള്ള ശല്യക്കാർ വന്നാൽ അവർ കുറുവാ ദ്വീപിലേക്ക് കയറി രക്ഷപ്പെടുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അതുപോലെ കേരളം ഇങ്ങനെ ധനപ്രതിസന്ധിയിലേക്ക് പോയി വലിയ പ്രശ്നങ്ങളാകുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും കുറുവാ ദ്വീപിലേക്ക് പോയി രക്ഷപ്പെടാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിനുള്ള ഭവനം പടമലയിൽ തന്നെ ആകട്ടെ എന്ന് പ്ലാൻ ബിയില് ഞാൻ നിർദ്ദേശിക്കുന്നത്. എനിക്ക് വയനാട് നല്ലവണ്ണം അറിയാം, അതുകൊണ്ട് കൂടിയാണ് കേട്ടോ. കാരണം ഞാൻ വയനാട് ജില്ലക്കാരിയാണ്, അതുകൊണ്ടാണ് എനിക്ക് വയനാടിനെ അത്ര നന്നായിട്ട് അറിയാവുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കൊക്കെ പ്ലാൻ ബി പ്രകാരം ഓരോ പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കുക. പാവങ്ങൾ അവർ മരപ്പട്ടിയുടെ മൂത്രം കുടിക്കാതിരിക്കട്ടെ, അവർക്ക് നല്ല ശുദ്ധജലം കുടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അത് ഇവിടുത്തെ വോട്ടേഴ്സായ നമ്മുടെ എല്ലാവരുടെയും യുക്തിസഹമായ ചിന്തയ്ക്ക് ഞാൻ വിടുകയാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, നാം വോട്ട് നൽകി ജയിപ്പിച്ച് മന്ത്രി പദങ്ങളിലൊക്കെ എത്തിച്ച ഇവരുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നമുക്ക് പ്ലാൻ ബിയിൽ ശക്തമായ രീതിയിൽ നടപടികളെടുത്ത് മുന്നേറാം.